ഷാലോമിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുഖപടമണിഞ്ഞു നിന്നും നീലാകാശ കുടയുടെ കീഴിൽ വെയിൽ കാഞ്ഞും ഭൂമി വാഴുന്നും ഋതുഭേദ നിറങ്ങളാടും ആവാസഗേഹമായി ജീവനും മനുഷ്യനും നീ. മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്തുവാൻ, അവന് ആഹാരം കൊടുക്കുവാൻ, അവന് വേണ്ടുന്നതെല്ലാം അവന് സമ്പാദിക്കുവാൻ, അത് പെറുക്കിയെടുത്താണെങ്കിലും ഉൽപ്പാദിപ്പിച്ചാണെങ്കിലും അതിനുവേണ്ടി പ്രത്യേകമായ ആ പ്രപഞ്ച സംവിധാനമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ദൈവത്തിൻ്റെ ആ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് മണ്ണ്. മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം വിവരണാതീതമാണ്. ഇതിൻ്റെ മേലിലുള്ള ഈ മനുഷ്യൻ്റെ കടന്നുകയറ്റം ശരിക്കും ഈശ്വര നിന്ദ തന്നെയാണ്. അതൊരിക്കലും പ്രകൃതി വിരുദ്ധമാണ്. അത്തരം നടപടിയിൽ നിന്ന് മനുഷ്യൻ ഒരിക്കലും പോകാൻ പാടില്ല. കേരളത്തിലെ ഏതാണ്ട് ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതമായ 5 പഞ്ചായത്തുകൾ കുട്ടനാട്ടിലാണ് എന്ന് പറയുമ്പോൾ മറ്റെങ്ങും നമ്മളിതിൻ്റെ വേരുകൾ തേടി പോവേണ്ടതില്ല. ആധ്യാത്മിക കൃഷിയെന്ന് പറയപ്പെടുന്ന, ഞങ്ങളൊക്കെ ഇപ്പം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീറോ ബഡ്ജറ്റ് കൃഷി എന്ന് പറയുന്നത്, ചെലവില്ലാ പ്രകൃതി കൃഷി എന്ന് പറയുന്നത്, അതിനകത്ത് ഒരു ജീവിയെയും ഹനിക്കുന്നില്ല. പ്രാണവായു പോലെ തന്നെയാണ് നമുക്ക് ജലവും. ജനിക്കാനും ജീവിക്കാനും മരിക്കാനും നമുക്ക് ജലം കൂടിയേ തീരൂ. ഭൂമിയുടെ ഏറിയ പങ്കും മനുഷ്യ ശരീരത്തിൻ്റെ ഏറിയ പങ്കും ജലം തന്നെയാകുന്നു. വെള്ളം ഒരുപക്ഷെ ബൈബിളിൽ നമ്മൾ ആദ്യം കണ്ടുമുട്ടുന്ന ഒരു ഭൂതങ്ങളിൽ ഒന്നാണ്. ഈ ജലം ഇതിനെല്ലാത്തിനെയും മൂടി നിൽക്കുന്ന ഒരവസ്ഥ. ജലമാണെല്ലാം മൂടി നിൽക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൽ സഞ്ചരിച്ചു. ഒരുപക്ഷെ സയൻസും പിന്നീട് പറയുന്നത് ജീവൻ തുടിച്ച് ആദ്യം വരുന്ന ഇടമായിട്ട് വെള്ളത്തെ കാണുന്ന ഒരു അവസ്ഥയുണ്ട്. ഏകകോശ ജീവികളും അവിടെ നിന്ന് ലൈംഗികേതരമായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, പിന്നെ അത് വരുമ്പോൾ അതിൻ്റെ ആ അതിസൂക്ഷ്മമായ തലങ്ങൾ ആദ്യം വളർന്നു വികസിക്കുന്ന ഒരു ഇടമായിട്ട് വെള്ളത്തെ കാണുന്നുണ്ട്. എന്നാൽ അതേസമയം ഈ ജീവൻ നൽകുന്ന ഈ വെള്ളം ചിലപ്പോൾ ഘോരരൂപിണിയായിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ ശിക്ഷയായിട്ട് ദൈവം പലപ്പോഴും 40 ദിവസത്തെ മഴ അയക്കുന്നു, വീണ്ടും എല്ലാം വെള്ളത്താൽ മൂടപ്പെടുന്നു.
എന്നൊക്കെ പറഞ്ഞ പക്ഷേ മഹാപ്രളയത്തിൻ്റെ ദൈവം ഒരു അഗ്രിമെന്റ് കൊടുക്കുന്നുണ്ട്, ഇനിയിപ്പോ അങ്ങനെ ചെയ്യത്തില്ല. മനോഹരമായ മഴവില്ല് അതും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അന്തരീക്ഷത്തെ പുരുഷം പോലായി കഴിയുമ്പോൾ അതിൽ കൂടെ കടന്നു പോകുന്ന ഈ പ്രകാശരശ്മികൾ, അതിൻ്റെ ഉള്ളിലെ ഈ വർണ്ണവൈവിധ്യം പുറത്തു കൊണ്ടുവരുന്ന മനോഹരമായ പ്രതിഭാസം, ഓർമ്മപ്പെടുത്തൽ, എല്ലാം ഒരു കാൽപ്പനികമായ ഭാവം അതിലുണ്ട്. അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ജീവൻ്റെ ഏറ്റവും വലിയ പ്രതീകം. നമ്മളിപ്പോൾ ഇരിക്കുന്ന പുഴയുടെ തീരത്താണ്. ഇത് തന്നെ ഒരു ഊർജ്ജമാണ് അല്ലേ? വലിയ ഊർജ്ജം. അവിടെ നിന്ന് ഇങ്ങനെ കാറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ സാമീപ്യം മാത്രമല്ല, എനിക്കൊന്ന് വലിയ സംസ്കാരങ്ങൾ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതും നദീതീരങ്ങളിലാണ്. അല്ല, ഈ പർദീസയിൽ തന്നെ 4 നദികളല്ലേ ഉള്ളത്. അപ്പം ഈ അത്രയും ജലമയമായിരുന്നു പർദീസ. 4 നദികൾ അതിനെ ഇങ്ങനെ നിരന്തരം നനയ്ക്കുകയും വെള്ളം ഉള്ളതാക്കി നിലനിർത്തുകയും അവിടുത്തെ ഫലസമൃദ്ധിക്ക് കാരണമാകുകയും. പക്ഷേ മനോഹരമായ ഇന്നത്തെ നഗരങ്ങൾ പലതും നഗരത്തിന്റെ നദിയുടെ തീരങ്ങളിലാണ്. തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് നദീതടങ്ങളിലാണ്. പക്ഷേ ഏറ്റവും സങ്കടകരം പർദീസയിലെ ഈ 4 നദികളിൽ 2 യൂഫ്രട്ടീസ് ടിഗ്രീസ് ആണല്ലോ. ആ നദിയിൽ നിന്ന് ഒഴുകുന്ന പ്രദേശത്തിൻ്റെ അവസ്ഥ മനുഷ്യൻ പ്രകൃതിയോടും മനുഷ്യവംശത്തോടും കാണിച്ച ഏറ്റവും വലിയ അക്രമത്തിൻ്റെ ഇടമായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം. ഈ പർദീസയിലെ നദി ഒഴുകിയിരുന്ന സ്ഥലം, ഒരു തരത്തിൽ പറഞ്ഞാൽ പർദീസ ജിയോഗ്രഫിക്കലി ഇരുന്ന സ്ഥലം പർദീസ നഷ്ടത്തിൻ്റെ നീണ്ടു നിൽക്കുന്ന ഓർമ്മപ്പെടുത്തലായിട്ട് മാറിപ്പോയി. അതിനുശേഷം ഒരു പക്ഷേ യേശുവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈശോ നമ്മളെ അതിനു മുമ്പ് തന്നെ ബൈബിളിൽ നദിയാണല്ലോ ഈ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് ഈ നദിയാണല്ലോ അവരെ കടത്തി വിട്ട് കഴിഞ്ഞാണല്ലോ രക്ഷപ്പെടാൻ കാരണമായി തീരുന്ന നദിയാണല്ലോ. വിമോചനത്തിന്റെ കവാടം നദിയാണല്ലോ. കടൽ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ കടലല്ലല്ലോ അത്, ഒരു നമ്മളിന്ന് ഉദ്ദേശിക്കുന്ന ആ കടലല്ലല്ലോ അത്. അപ്പം ഒരു ശരിക്കും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ദൈവിക പദ്ധതിയുടെ കവാടം തുറന്നു കൊടുത്തതും നദിയായിട്ട് നമുക്ക് തോന്നുകയാണ്. അതുപോലെ മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജനതയാണല്ലോ. മരുഭൂമിയിൽ കൂടെ കടന്നു പോകുമ്പം ഹാഗാറിൻ്റെ കുഞ്ഞിനെയും ദൈവം കാക്കുകയാണ്, വെള്ളം നീരുറവ കൊടുത്തിട്ടേ. ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു വലിയ ഒരു പദ്ധതിയുണ്ട്. ഒരു ജനതയെയും തള്ളിക്കളയുന്നില്ല. അവിടെ ആ വെള്ളമാണ്. പുതിയ ജനതയുടെ വെള്ളമില്ല. അമ്മയുടെ ഏറ്റവും വലിയ സങ്കടമാണ് ഈ കുഞ്ഞും താൻ മരിച്ചാലും ഈ കുഞ്ഞ് ജീവനോടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ സങ്കടം ദൈവം കേട്ടിട്ട് ദൈവം ഇടപെടുന്നത് വെള്ളത്തിൻ്റെ അരുവിയുടെ രൂപത്തിലാണത്. അവിടെ പലപ്പോഴും എനിക്ക് ആ ഭാഗം, ഇത് ഉൽപ്പത്തി 21 അവിടെ എനിക്ക് പലപ്പോഴും ഓർമ്മ വരുന്നൊരു കാര്യം ഹാഗാറിൻ്റെ പ്രതികരണമാണ്. അവിടെ ഒരു ഉറവ ദൈവം സൃഷ്ടിക്കുന്നില്ല, ആ ഉറവ അവിടെ ഉണ്ട്. കണ്ടെത്താൻ പരാജയപ്പെട്ടു പോകുന്ന ഒരു അമ്മ അവളുടെ കണ്ണുകൾ തുറന്ന് ഈ ഉറവ കാണിച്ചു കൊടുക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു പ്രതീകമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ സമ്പന്നമാക്കാനും ജീവൻ നിലനിർത്താനുമുള്ള ഈ ജലസ്രോതസ് ഇന്നും ഉണ്ട്. പക്ഷേ ഇതിനെ മറക്കുന്ന മനുഷ്യൻ്റെ ഒരവസ്ഥ പോലെ എനിക്ക് ആ ഭാഗം വായിക്കുമ്പോൾ തോന്നാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു ഭാഗമാണ് ഈ ജോർദാൻ നദിക്കരയിൽ വെച്ചാണ് ആത്മാവ് അവന്റെ മേൽ ആവസിച്ചത്. ജലത്തിനു മീതെയാണ് ആത്മാവ് ചലിക്കുന്നതും. അപ്പോൾ വേദപുസ്തകം നമ്മോട് പറയുന്നു, ജലത്തിന്റെ സാന്നിധ്യം ആത്മാവിന്റെ സാന്നിധ്യം തന്നെയാകുന്നു. ജലം സർവവ്യാപിയാണ്. ഭൂമിയുടെ 2/3 മനുഷ്യ ശരീരത്തിലെ 3/4 പങ്കും ജലമയമാണ്. ജനിക്കാനും ജീവിക്കാനും മരിക്കാനും നമുക്ക് ജലം കൂടിയേ തീരൂ. ജലം ജീവസാന്നിധ്യമാണ്. കാരണം ജലത്തിന് മീതെ ആത്മാവ് ചലിക്കുന്നതായി ബൈബിളും സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്കറിയാം, ജലം നമ്മൾ കുളിക്കാൻ, കുടിക്കാൻ, അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ജലം ചികിത്സയ്ക്കായിട്ടും ഉപയോഗിക്കുവാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ കുറച്ച് ആളുകൾ എവിടെയെങ്കിലും കൂടിയിരിക്കുമ്പോൾ
ഒരാൾക്ക് ബോധക്ഷയം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് അല്പം ജലം കൊണ്ടുവന്ന് ഇയാളിൻ്റെ മുഖത്തെ തളിച്ച് അബോധാവസ്ഥയിലായിരിക്കുന്ന ഈ വ്യക്തിയെ ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നു. നോക്കുക എത്രമാത്രം അത്ഭുതകരമായിട്ട് ജലത്തിന് ഒരാൾക്ക് സുഖം കൊടുക്കുവാനായിട്ട് അസ്വസ്ഥതയിൽ നിന്ന് സുഖാവസ്ഥയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നാപകൻ ജലത്താൽ യേശുവിനെ സ്നാനപ്പെടുത്തിയ നിമിഷം ആത്മാവ് അവൻ്റെ മേൽ ആവസിച്ചു. ശീലോഹ കുളത്തിലെ വെള്ളത്താൽ അവൻ പലരെയും സൗഖ്യപ്പെടുത്തി. അപ്പോൾ യേശു സാന്നിധ്യം ജലത്തെ ഔഷധമാക്കി മാറ്റി. ജലം ഉപയോഗിച്ച് നമ്മൾ ക്ഷീണിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവശരായിരിക്കുന്ന അവസരത്തിൽ അല്പം ജലം കുടിച്ചുകൊണ്ട് നമ്മുടെ അസ്വസ്ഥത മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു. ജലം കൊണ്ട് കൈയും കാലും കഴുകി നമുക്ക് നമ്മുടെ ശാരീരികമായ സുഖത്തിലേക്ക് സുസ്ഥിതിയിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ജലത്തിന് വലിയ അത്ഭുതകരമായ രോഗശാന്തി ഉള്ള ഒരു വസ്തുവാണ്. തിരുവനന്തപുരത്തിന് സമീപം നാലാഞ്ചിറയിലുള്ള ബഥനി നേച്ചർ ക്യൂർ ആൻഡ് യോഗ സെൻ്ററിൽ പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ചുള്ള ചികിത്സാ സമ്പ്രദായത്തിനാണ് പ്രാധാന്യം. അതിൽ തന്നെ ജലചികിത്സയാണ് ഇവിടുത്തെ പ്രത്യേകതയും. പ്രകൃതി ചികിത്സാ വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ വിധിയാണ് ജലചികിത്സ. അതിൽ സ്പൈനൽ സ്പ്രേ എന്ന ഉപകരണം ഉപയോഗിച്ച് പേഷ്യൻറ്റിൻ്റെ നട്ടെല്ല് സംബന്ധമായ രോഗങ്ങളെ ചികിത്സിക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ശരീരത്തിൻ്റെ വേദനയെ കുറയ്ക്കുന്നതിനുമൊക്കെയായിട്ട് ഈ ചികിത്സാ വിധി ഉപയോഗിക്കുന്നു. ഇതിൽ ഈ ഉപകരണത്തിൽ ജലത്തിൻ്റെ വ്യത്യസ്തമായ താപനില ഉപയോഗിച്ച് രോഗിയുടെ പ്രായം, രോഗിയുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥ ഇതൊക്കെ കണക്കിലെടുത്ത് വ്യത്യസ്ത താപനിലയിലുള്ള ജലമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പേഷ്യൻറ്റിനെ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പുറത്തേക്ക് അതിൻ്റെ നട്ടെല്ല് ഈ സ്പ്രേ വരുന്ന ഭാഗത്തേക്ക് കിടത്തി അതിനുശേഷം വേദന കുറയ്ക്കുന്ന ചികിത്സയ്ക്കാണെങ്കിൽ അതിൻ്റെ ചൂടുവെള്ളം ഉപയോഗിക്കുന്നു. സ്പൈനിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിനും അതുവഴി ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റുന്നതിനും ഉറക്കക്കുറവ് പോലെയുള്ള അസുഖങ്ങളെ ചികിത്സിക്കുന്നതിനും നട്ടെല്ലിൻ്റെ വേദന കുറയ്ക്കുന്നതിനും ലംബാർ സ്പോണ്ടലോസിസ്, സെർവൈക്കൽ സ്പോണ്ടലോസിസ് തുടങ്ങിയ കണ്ടീഷനുള്ളവർക്ക് ഈ ജലചികിത്സ വളരെ ഫലപ്രദമായി നൽകുന്നു. നമ്മുടെ കുളികൾ സത്യത്തിൽ ജലചികിത്സ തന്നെയാണ്. എന്നാൽ കുളിമുറിയിലെ മുറിക്കുളിയും പുഴയിലെ മുങ്ങിക്കുളിയും തമ്മിൽ ഗുണപരമായ വ്യത്യാസങ്ങളുണ്ട്. മുങ്ങിക്കുളി മാതൃകാപരമായ ഒരു ആരോഗ്യശീലമാണ്. പ്രകൃതിയിൽ കിട്ടുന്ന ഈ ജലം, ശുദ്ധജലം, പലപ്പോഴും ഇതിൻ്റെ നന്മ മനസ്സിലാക്കാതെ മനുഷ്യരതിനെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് സത്യം. പ്രകൃതി ചികിത്സയിലെ ജലചികിത്സയിലൂടെ ധാരാളം ചികിത്സാ രീതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഡോക്ടർ കെല്ലാർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഏതാണ്ട് 1000-ലധികം കുളികളെക്കുറിച്ച് തൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നു. ജലത്തിൽ കിടന്നുകൊണ്ടുള്ള കുളി, ജലത്തിൽ നടന്നുകൊണ്ടുള്ള കുളി, ജലത്തിൽ ഇരുന്നു കൊണ്ടുള്ള കുളി, അതുപോലെ ജലം ശരീരത്തെ മുഴുവൻ തളിച്ചുകൊണ്ടുള്ള കുളി, ഇങ്ങനെ പല വിധത്തിലുള്ള കുളികളെക്കുറിച്ച് അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ജലത്തിൽ തിരുമ്മി ഉള്ള ചികിത്സ, ജലത്തിൽ നടന്നുകൊണ്ടുള്ള ചികിത്സ, ഇങ്ങനെ പല ചികിത്സകളും ആ ചികിത്സാ വിധിയിൽ വിവരിക്കുന്നുണ്ട്. ജലചികിത്സയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സാ വിധിയാണ് നട്ടെല്ല് സ്നാനം അഥവാ സ്പൈനൽ ബാത്ത്. ഇതിൽ രോഗിയുടെ നട്ടെല്ലിൻ്റെ ഭാഗം മാത്രം വെള്ളത്തിൽ മുങ്ങിയിരിക്കത്തക്കവണ്ണം രോഗിയെ ഈ ടബിലേക്ക് കിടത്തുന്നു. ഇതിൻ്റെ പ്രയോജനം, ഈ ചികിത്സയുടെ പ്രധാനപ്പെട്ട പ്രയോജനം ഉറക്കക്കുറവിനെ ഇല്ലാതാക്കുന്നതിന്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെയുള്ള സ്ട്രെസ് റിലേറ്റഡ് പ്രോബ്ലംസ്, മെൻ്റൽ ഡിസോർഡേഴ്സ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിന് ഈ ചികിത്സാവിധി വളരെ പ്രയോജനപ്രദമായി ഉപയോഗിച്ചു വരുന്നു. അതുപോലെ തന്നെ നടുവിൻ്റെ വേദന, ഞരമ്പുകളുടെ
പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുവാനുള്ള കരുത്ത് ഒക്കെ ഈ ട്രീറ്റ്മെൻറ്റിന് ഉണ്ട്. അതിനാൽ തന്നെ പേഷ്യൻസിൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഉന്മേഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും ഉണർവുള്ളതാക്കി തീർക്കുവാനായിട്ട് ഈ ചികിത്സ വളരെ പ്രയോജനപ്രദമായി പ്രകൃതി ചികിത്സാ രീതിയിൽ ഉപയോഗിക്കുന്നു. എണ്ണ തേച്ചുള്ള മുങ്ങിക്കുളി ആയുർവേദത്തിലെ സ്വസ്ഥവൃത്തിയിൽപ്പെടുന്ന പ്രധാന ശീലങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെയാണ് ഇളം ചൂടുവെള്ളത്തിലെ കുളിയും. ഇത് നമുക്ക് ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യും. ശരീരത്തെ ആവിയിൽ വിയർപ്പിക്കുന്ന ചികിത്സാ രീതിയാണ് ആവി സ്നാനം അഥവാ സ്റ്റീം ബാത്ത്. ശരീരത്തിലെ രക്തചംക്രമണത്തിൻ്റെ ആക്കം കൂട്ടി മാലിന്യങ്ങളെ പുറത്തു കളയുന്നതിനും ത്വക്കിൻ്റെ വിസർജന പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതിനും ഈ സ്നാനം ഉപയോഗിക്കുന്നു. പ്രധാനമായും അമിതമായ വണ്ണം കുറയ്ക്കുന്നതിന്, ദഹന സംബന്ധമായ രോഗങ്ങൾക്ക്, വാതസംബന്ധമായ അസുഖങ്ങൾക്ക്, ചർമ്മ സംബന്ധമായ രോഗങ്ങൾക്ക്, ആർത്തവ സംബന്ധമായ രോഗങ്ങൾ, ശരീരത്തിൻ്റെ പേശികൾക്ക് ബലം പകരുന്നതിന്, സ്ട്രെസ് റിലേറ്റഡ് പ്രശ്നങ്ങൾക്ക്, ഉറക്കമില്ലായ്മ, വേദന സംഹാരി ഒക്കെയായി ഈ ചികിത്സാവിധിയെ പ്രയോജനപ്പെടുത്തുന്നു. ചെറിയ പനിയോ ജലദോഷമോ ഒക്കെ വരുന്ന അവസരത്തിൽ നമ്മൾ ആവി പിടിക്കാറുണ്ട്. അപ്പം ജലത്തിൻ്റെ മറ്റൊരു വകഭേദമാണല്ലോ ആവി എന്ന് പറയുന്നത്. ജലം 3 അവസ്ഥയിൽ നമുക്ക് ലോകത്തിൽ കിട്ടും. ഖരാവസ്ഥയിൽ, ദ്രവാവസ്ഥയിൽ, അതുപോലെ തന്നെ വാതകാവസ്ഥയിൽ. ഈ 3 തരത്തിലുള്ള ജലത്തിൻ്റെ ഭാഗങ്ങൾ കൊണ്ടും ചികിത്സ നടത്തുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഐസ് അല്ലെങ്കിൽ മഞ്ഞ് ഇതുകൊണ്ടുള്ള ചികിത്സകൾ ധാരാളം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആവി കൊണ്ടുള്ള ചികിത്സകൾ ധാരാളം നടത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ലായനി വെള്ളമായിട്ട് ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ 1000-ത്തിലധികം ചികിത്സാ രീതികൾ ജലം കൊണ്ട് തന്നെ നടത്തുവാനായിട്ട് സാധിക്കും. ജലചികിത്സാ വിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് നിതംബ സ്നാനം അഥവാ ഹിപ്പ് ബാത്ത്. ഇതിൽ രോഗിയുടെ നിതംബവും ഉദരഭാഗവും വെള്ളത്തിൽ മുങ്ങിയിരിക്കത്തക്കവണ്ണം രോഗിയെ ചിട്ടപ്പെടുത്തിയ ടബിലേക്ക് ഇരുത്തുന്നു. ഈ ചികിത്സാ വിധി ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കുന്നത് ഉദര സംബന്ധമായ രോഗങ്ങൾക്ക്, വൃക്ക സംബന്ധമായ രോഗങ്ങൾ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ തന്നെ സ്ട്രെസ് റിലേറ്റഡ് പ്രശ്നങ്ങൾ, വെയിറ്റ് റിഡക്ഷനായിട്ട്, ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്ക് ഒക്കെയായി ഈ ചികിത്സാ വിധിയെ പ്രയോജനപ്പെടുത്തുന്നു. നാനാതരം ഔഷധികളെ തഴുകിയും ധാതുക്കൾ കലർന്നും പ്രാണവായു അലിഞ്ഞും വനാന്തരങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലത്തിന് പലവിധ ഔഷധ ഗുണങ്ങളുണ്ട്. ആ ജലത്തിൽ നിത്യവും മുങ്ങിക്കുളിച്ചാൽ രോഗപ്രതിരോധശേഷി കൈവരിക്കുകയും ചർമ്മരോഗങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും. തീർച്ച. ഇനി ജലം ചികിത്സയ്ക്കായിട്ട് മാത്രമല്ല, അമ്പലങ്ങളിലും ദേവാലയങ്ങളിലുമൊക്കെ ജലം പൂജയ്ക്കായിട്ട് അല്ലെങ്കിൽ പല പ്രാർത്ഥന രീതികൾക്കായിട്ടും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പം ജലത്തിന് വലിയ ശക്തിയുണ്ട്, ഔഷധ ശക്തിയുണ്ട്. അതുപോലെ തന്നെ സുഖപ്പെടുത്തുവാനുള്ള, ശാരീരികമായിട്ട് മാനസികമായിട്ട് സൗഖ്യം നൽകുവാനുള്ള ശക്തിയും ജലത്തിനുണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജലം ഒരു ജീവാഔഷധമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജലചികിത്സയിലെ മറ്റൊരു പ്രധാന ചികിത്സാ വിധിയാണ് ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്നാനം അഥവാ ഇമേഷൻ ബാത്ത്. ഈ ചികിത്സാ വിധിയിൽ രോഗിയുടെ തലയൊഴികെയുള്ള ശരീരഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തക്കവണ്ണം രോഗിയെ ഇമേഷൻ ബാത്ത് ടബിലേക്ക് കിടത്തുന്നു. ഈ ചികിത്സാവിധി പ്രധാനമായും ഉപയോഗിക്കുന്നത് ദഹന സംബന്ധമായ രോഗങ്ങൾക്ക്, അതുപോലെ തന്നെ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾക്ക്, ആർത്തവ സംബന്ധമായ രോഗങ്ങൾക്ക്, ശരീരത്തിൻ്റെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്നതിനും ഉറക്കക്കുറവിനെ പരിഹരിക്കുന്നതിനും രക്തചംക്രമണം കൂട്ടുന്നതിനും ശരീരത്തിൻ്റെ മാലിന്യങ്ങളെ പുറത്തു കളഞ്ഞ് ശരീരത്തെ ആരോഗ്യകരമായ അവസ്ഥയിൽ പരിരക്ഷിക്കുന്നതിനും ശരീരത്തിൻ്റെ സൗന്ദര്യവും ഊർജവും വർദ്ധിപ്പിക്കുന്നതിനും ഈ ചികിത്സാ രീതി പ്രധാനമായും ഉപയോഗിക്കുന്നു.
ബഥനി പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ വന്ന് രോഗസൗഖ്യം നേടിയ അനേകം പേരുണ്ട്. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ വെയിറ്റ് ഏറെക്കുറെ 1 ക്വിൻ്റലിനടുത്ത് തന്നെ വരും. 99 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നമ്മൾക്ക് സാധാരണഗതിയിൽ ഒട്ടും എക്സർസൈസും ഇല്ല, അങ്ങനെ ഒരു ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നുണ്ട്. മനുഷ്യനും സാധാരണ ജീവികളും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ജീവികൾ അതിൻ്റെ ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിക്കുമ്പോൾ മനുഷ്യൻ ആഹാരം കഴിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പം നേച്ചർ ക്യൂറിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം ഒരു ആശങ്കയൊക്കെ ഉണ്ട്, എങ്ങനെയായിരിക്കും ഇത്, നമുക്ക് ഇതിനെ ഇവിടുത്തെ ചികിത്സാക്രമങ്ങളെയൊക്കെ നേരിടാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയോട് കൂടിയാണ് വരുന്നത്. ആദ്യ ദിവസം ഇത് മുഴുമിക്കാൻ സാധിക്കില്ല എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഫ്രൂട്ട് ഡയറ്റായിരുന്നു. പിന്നീട് ലിക്വിഡ് ഡയറ്റ്, ജ്യൂസ് ഡയറ്റിൽ തന്നെയാണ് ഒരു 12 ദിവസം. അപ്പോൾ ഇത് കഴിഞ്ഞതിനിടയ്ക്ക് രാവിലെ യോഗയുണ്ട്. യോഗ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ജ്യൂസ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നീട് പല വിധത്തിലുള്ള കൺസൾട്ടേഷൻ കഴിഞ്ഞ് പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിക്കും. അപ്പം ഹൈഡ്രോതെറാപ്പി ഉണ്ടാകും, ഹീലിയോതെറാപ്പി ഉണ്ട്, സൂര്യപ്രകാശത്തിലുള്ള ഹീലിയോതെറാപ്പി ഉണ്ട്, ജിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ മഡ് പാക്കിംഗ് ഒക്കെ ഉള്ള തെറാപ്പി ഉണ്ട്, മസാജ് ഉണ്ട്, ഓയിൽ മസാജ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീം ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. ഇവിടെ വരുന്ന അവസരത്തിൽ എൻ്റെ കൊളസ്ട്രോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബോർഡർ ലൈനിൽ കിടക്കുന്നതാണ്. അപ്പം ട്രൈഗ്ലിസറൈഡൊക്കെ വന്നിട്ട് 135 വന്നു. HDL എന്ന് പറയുന്നത് 175 നിന്നതൊരു 110 ലെവലിലേക്ക് വന്നു. അങ്ങനെ എല്ലാം തന്നെയും വളരെ നോർമലായി. ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുണ്ടായിരുന്നത് വയറൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് കുറഞ്ഞില്ല, വെയിറ്റ് 89 വന്നു എന്നുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് കൂടുതലായിട്ട് കുറയ്ക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. ഇവിടെയുള്ള ആ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു. ഏതൊരു വൈദ്യശാസ്ത്രത്തിനും അതിൻ്റേതായ കാരണശാസ്ത്രവും അതുപോലെ തന്നെ നിവാരണ മാർഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. പ്രകൃതി ചികിത്സയിൽ പ്രത്യേകമായിട്ട് 3 കാര്യങ്ങളാണ് രോഗം ഉണ്ടാകുവാനായിട്ട് പറയപ്പെടുന്നത്. ഒന്നാമതായിട്ട് മനുഷ്യൻ്റെ സ്വാഭാവികമായ വൈറ്റാലിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ, റെസിസ്റ്റൻസ് പവർ കുറയുന്നതാണ് രോഗത്തിന് കാരണമെന്ന് പറയുമ്പോൾ, രണ്ടാമതായിട്ട് അക്യൂമുലേഷൻ ഓഫ് ടോക്സിക് മാറ്റർ അല്ലെങ്കിൽ അന്യപദാർത്ഥങ്ങൾ ശരീരത്തെ കുന്നുകൂടുന്നതാണ് രോഗകാരണമായിട്ട് പറയുന്നത്. മൂന്നാമത് ശരീരത്തുള്ള രക്തവും ലസികയിലുമുള്ള വ്യത്യാസങ്ങളും രോഗത്തിന് കാരണമാകുന്നു. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടുള്ള ചികിത്സ വഴിയായിട്ട് ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പവർ അല്ലെങ്കിൽ വൈറ്റാലിറ്റി വർദ്ധിപ്പിക്കുവാനും രക്തത്തിലും ലസികയിലുമുള്ള ഇൻബാലൻസ് മാറ്റിയെടുക്കുവാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തെ കുന്നുകൂടുന്ന ദുഷ്ട പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഫോറിൻ സബ്സ്റ്റൻസസ് മാറ്റിയെടുക്കുവാനും സാധിച്ചുകൊണ്ട് രോഗവിമുക്തി നേടുക എന്നതാണ് പ്രധാനം. യേശുവിൻ്റെ പാതയെ പിൻചെല്ലുന്ന ഇത്തരം രോഗസൗഖ്യ കേന്ദ്രങ്ങൾ നമുക്ക് നൽകുന്ന ആശ്വാസം പ്രവചനാതീതമാണ്. മഹാവൈദ്യനായ യേശുനാഥൻ്റെ പാതാരവിന്ദങ്ങളിൽ നമുക്ക് നമ്മുടെ രോഗപാപങ്ങളെ ഇറക്കി വയ്ക്കാം. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം, ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കും.